ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാക്കേനസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സഹോദയനെ പറ്റിയിട്ട്, സെൻട്രൽ കേരള സഹോദയയുടെ കോമ്പറ്റീഷനെ പറ്റിയിട്ട്. എനിക്ക് ആങ്കറിങ്ങിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ച ദിവസം മുമ്പ് ഗ്ലിംസസ് ആ പെർഫോമൻസിൻ്റെ ഞാൻ അന്ന് കാഴ്ചവെച്ച പെർഫോമൻസിൻ്റെ കുറച്ച് ഗ്ലിംസസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നൊരു. അപ്പോൾ സെൻട്രൽ കേരള സഹോദരിയിൽ ഒരാൾക്ക് ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ കിട്ടിക്കഴിഞ്ഞാൽ അതേ അയാൾക്ക്, ആ ഒരു വ്യക്തിക്ക് ഇനി സ്റ്റേറ്റ് സഹോദരിയിലേക്ക് പോകാനുള്ള യോഗ്യതയും കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയ കാരണം എനിക്ക് സ്റ്റേറ്റ് സഹോദരിക്ക് പോകാൻ പറ്റി. ഈ സ്റ്റേറ്റ് സഹോദയ അഹല്യ പബ്ലിക് സ്കൂളിലായിരുന്നു നടന്നത്, പാലക്കാടിലുള്ള അഹല്യ പബ്ലിക് സ്കൂളിൽ. അപ്പോഴത്തേക്കും ഞങ്ങളാണെങ്കിൽ തലേ ദിവസം തന്നെ പോയി, കാരണം പാലക്കാട് ഒത്തിരി ദൂരമുള്ള സ്ഥലമാണല്ലോ. സോ വി വെന്റ് ദർ ലൈക്ക് എ ഡേ ബിഫോർ ആൻഡ് വി സ്റ്റേഡ് ദർ ഇൻ എ ഹോട്ടൽ ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് നല്ലൊരു ട്രിപ്പായിരുന്നു ഓവറോൾ. ആൻഡ് പെർഫോമൻസ് ഞാൻ നന്നായിട്ട് ചെയ്തു, എ ഗ്രേഡ് കിട്ടി. ആൻഡ് ഐ റിയലി തിങ്ക് ദാറ്റ് നമ്മുടെ സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ children from the one of the best talents in anchoring are coming together from Kerala, right? In Kerala, all the talents from Kerala are coming together at one stage. So നല്ലൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. മാത്രമല്ല, ഞാൻ 8ാം ക്ലാസ്സുകാരി, എല്ലാവരും 10ാം ക്ലാസ്സുകാരി ആയിരുന്നു. അപ്പോഴത്തേക്കും ഇതാണ് അഹല്യ പബ്ലിക് സ്കൂളിൻ്റെ ക്യാമ്പസ്. അപ്പം നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കാറൊക്കെ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാറിൽ നടന്നൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവിടെ ബസ്സും ഓട്ടോറിക്ഷ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓരോ സ്ഥലത്തും ഗാർഡ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു പേപ്പറൊക്കെ ഞങ്ങൾക്ക് തന്നു കേട്ടോ. ഇങ്ങനെ ഒരു മാപ്പ് പോലെ അഹല്യ പബ്ലിക് സ്കൂളിൻ്റെ എവിടെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും വലിയൊരു ക്യാമ്പസ് ആയിരുന്നു. ആൻഡ് 800 ഏക്കർ എങ്ങാണ്ട് ഉള്ള ഒരു ക്യാമ്പസാണിത്, സ്ഥലമുള്ളൊരു ക്യാമ്പസാണിത്. അത് ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമ്മളെന്തൊരു ഫോറസ്റ്റ് അല്ല, ലൈക്ക് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ഗോ ത്രൂ ദിസ്. ആൻഡ് നല്ലൊരു യാത്രയൊക്കെയായിരുന്നു. നമ്മൾ ഒത്തിരി മരങ്ങളും ലേക്സ് വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതാണ് അവിടെ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പോയി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഓരോ സഹോദരിക്കും അവരുടേതായിട്ടുള്ള രജിസ്ട്രേഷൻ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സെൻട്രൽ കേരള സഹോദരിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവരുടെ രജിസ്ട്രേഷൻ കൗണ്ടറും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം 8ാം തീയതി നവംബർ 8-നായിരുന്നു. അന്ന് രാവിലെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനോടും 7 മണിക്ക്, രാവിലെ കൃത്യം 7 മണിക്ക് വരണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോഴത്തേക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകൾ, രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ അവിടെയുള്ള അധ്യാപകരൊക്കെ, അവരൊന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇവർ വന്നിട്ടില്ല. മാത്രമല്ല, ആദ്യത്തെ ദിവസമായിരുന്നു കേട്ടോ, 3 ദിവസമായിരുന്നു സഹോദരി, ആദ്യത്തെ ദിവസമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഒട്ടും നന്നായിട്ടല്ല അവർ നടത്തിയത്. അവിടെ ഒന്നും മാനേജ്മെൻറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഒരു കാർഡുമായിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു, ഞങ്ങളുടെ അതായത് ബിൽഡിങ്ങിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കാണുന്ന ആ ബിൽഡിങ്ങാണ് ഏർലി ലേണിംഗ് സെൻറ്റർ എന്ന് പറയുന്നൊരു ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ ആങ്കറിങ് ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണിത്. അമ്മയും ചേട്ടനുമായിരുന്നു രജിസ്ട്രേഷൻ നടക്കുന്ന ഒരു കൗണ്ടറിലേക്ക് പോയത്. 6:30 തൊട്ട് 7:45 വരെ അവർ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു രജിസ്ട്രേഷൻ നടത്താതെ. ഞാനും അപ്പയും കൂടെ നേരത്തെ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്നു, എങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴോട് ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരു ചായയുടെ കൗണ്ടർ പോലും ആ ഒരു ക്യാമ്പസിലുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ രാവിലെയൊക്കെ ചായ കുടിക്കുന്ന ആളാണ്, എസ്പെഷ്യലി നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ. അപ്പോഴത്തേക്കും അവിടെ ഒരു ചായ കുടിക്കാൻ പോയി. ഈ ജ്യൂസ് കുടിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത് തന്നെ. രാവിലെ ഒരു 8:30-ക്കായിരുന്നു പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് രാവിലെ 8 മണിയായിട്ട് പോലും ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സും ഉണ്ടായിരുന്നിട്ടില്ല.
ഉണ്ടായിരുന്നില്ലായിരുന്നു. ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ലായിരുന്നു. അവിടെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പരിപാടി തുടങ്ങേണ്ടതെന്ന് പറയുന്നത് ഒരു 8:30 സമയം തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരിത് കുറേ നീട്ടി. 10 മണി സംതിങ് ആയപ്പോഴാണ് ഇത് തുടങ്ങിയത്. അവരതിന് ഉത്തരം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസ് എത്തിയില്ല, ജഡ്ജസ് വന്നില്ല, അതുകൊണ്ടായിരുന്നു അത് ലേറ്റായി പോയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റേജ്. CBSE സ്റ്റേറ്റ് കലോത്സവം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ആങ്കറിങ് പറയാൻ പോകുന്ന സ്റ്റേജ്. അപ്പോഴത്തേക്കും ലോട്ടൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ലോട്ട് എടുക്കുന്ന സന്ദർഭമാണ് നമ്മൾ ID കാർഡ് കൊടുത്തിട്ട് അവർ ലോട്ട് നമുക്ക് തരും. അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെസ് നമ്പർ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെസ് നമ്പർ കിട്ടിയല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ചെസ് നമ്പർ തിരിച്ച് വാങ്ങി. അതെനിക്കിപ്പോഴും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവരതിന് ഉത്തരം പറഞ്ഞ് തന്നത് ഇത്ര നേരത്തെ ആയി പോയി എന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു തരേണ്ടിയിരുന്നത്. എന്നിട്ട് ചെസ് നമ്പർ അവർ വാങ്ങി. ഇത് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെസ് നമ്പർ തിരിച്ചു തന്നു. അപ്പോൾ ചെസ് നമ്പർ എടുക്കുന്നതിന് ചെസ് നമ്പറിലെ ആ നമ്പർ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു ലോട്ടില്ലേ അതിൻ്റെ അകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഏത് നമ്പറാണ് എടുക്കുന്നതെന്ന് കാണാമായിരുന്നു. എനിക്ക് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടില്ല. അത് ലോട്ട് ഇങ്ങനെ തുറന്നിട്ടേക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം ഏതാ നമ്പറെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് മടക്കിയിട്ടാണല്ലോ അതിൻ്റെ അകത്ത് വെക്കാറ്. ഇത് നേരെ അവരങ്ങ് തുറന്നങ്ങ് കിട്ടും. എന്നിട്ട് ഒരു കുട്ടിയല്ല, ഒരു 1 എന്ന നമ്പർ അവിടെ ഇല്ലെന്നും കിട്ടത്തില്ലെന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ജഡ്ജസ് ലാസ്റ്റ് ഒരു വിധത്തിൽ അവരൊന്ന് എത്തി 10 മണി എങ്ങാണ്ടായപ്പോഴത്തേക്കും എന്നിട്ട് ഒരു 1 തൊട്ട് 10 വരെ ലോട്ട് നമ്പർ കിട്ടിയേക്കുന്ന കുട്ടികളെ എല്ലാവരെയും ഒരു ചെറിയൊരു റൂമിൽ അടച്ചിട്ടിട്ട് ടോപ്പിക്ക് തന്നു. അങ്ങനെയല്ല നമ്മൾ ആങ്കറിങ്ങിന് ഒരിക്കലും ടോപ്പിക്ക് തരേണ്ടത്. അപ്പം ഞാൻ തന്നെ ഇപ്പം നിർമ്മലയിൽ നേരത്തെ ചെയ്തിരുന്നു. അവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു നടന്നിരുന്നത്. അത് ഓരോ കുട്ടീനെയും ഓരോ സ്ഥലത്തേക്ക് ഓരോ മുറിയിലേക്ക് കയറ്റി. ഇപ്പം ഉണ്ടോ, എല്ലാവരെയും കൂടെ ഒറ്റ മുറിയിലേക്ക് കയറ്റാൻ പോവാണ് അവർ. അങ്ങനെയല്ല വേണ്ടത്. ഒരു കുട്ടീനെയാണ് ഒരു മുറി കയറ്റിയിട്ട് 15 മിനിറ്റ് കൊടുക്കും. നിങ്ങൾക്ക് പറയാമല്ലോ, അപ്പോൾ 10 ലോട്ടൊക്കെ കിട്ടിയിരിക്കുന്ന കുട്ടിക്ക് എന്തോരം ടൈമാണ് ആ കുട്ടിക്ക് കിട്ടുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ. എനിക്ക് 3ാമത് ലോട്ട് നമ്പർ കിട്ടി. എനിക്ക് ഒത്തിരി ടൈമൊന്നും കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. ഇതാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കുവാണ് കേട്ടോ. എൻ്റെ സമയം ആവാറായി. മൂന്നാമത്തെ ലോട്ട് നമ്പർ ആയിരുന്നല്ലോ. അപ്പോൾ 1ാമത്തെ കുട്ടി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു ആ കോമ്പറ്റീഷനിൽ. എനിക്ക് A ഗ്രേഡൊക്കെ കിട്ടി. എൻ്റെ പരിപാടി കഴിഞ്ഞത് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.